പപ്പ് എന്ത് പാപ്പിയാ? ചേച്ചിന്ന്. പറയാടി. ദീപാവലിയായിട്ട് ആഘോഷമൊന്നുമില്ല നമുക്ക്. പിന്നെ ആഘോഷം ഇല്ലാതിരിക്കോ? പടക്കമൊക്കെ പൊട്ടിക്കണമെന്ന്. പടക്കം മാത്രമേ ഉള്ളൂ, സ്വീറ്റ്സ് ഒന്നും ഇല്ലേ? ഉണ്ട്. എന്തൊക്കെ കാണും സ്വീറ്റ്സിനകത്ത്? ലഡു, ജിലേബി, അതല്ലാതെ തന്നെ പേട, അതൊക്കെ വേണം. അപ്പൊ നമുക്ക് ഇന്ന് മാമനെയും അപ്പച്ചി എല്ലാരെയൊക്കെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? പിന്നെ അപ്പുറത്തെ കാത്തൂനെയും കണ്ണനെയും വിളിക്കണം. കാർത്തൂനെ കണ്ണനെ ഞാൻ വിളിച്ചോളാം. നീ അപ്പച്ചി മാമന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കണേ വരാൻ. ചേച്ചി എന്തോ ഡ്രസ്സ് ഇടണേ? എടി ഞാൻ അന്ന് ഒരു ഹാഫ് സാരി മേടിച്ചില്ലേ, ഗോൾഡ്, വൈറ്റില് ഗോൾഡ് വരുന്നത്. മറ്റേ ഗായത്രി ചേച്ചിയുടെ കല്യാണത്തിന് അതിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനേ മറ്റേ പച്ച കളറ് സ്കേർട്ടും ടോപ്പും ഉണ്ടല്ലോ, ഒരു ഗോൾഡ് വരുന്ന ഇവിടെ മോൾ ഇവിടെ ഇരിക്കണ എന്താ മോളെ? തോന്നുന്നു റിങ്കി കുട്ടിന്ന് മാത്രം. ഞാൻ ഇവിടെ കണ്ടില്ല അച്ഛാ. ഒന്നും മിണ്ടായി വെച്ചേ. മക്കളെ, അച്ഛനെ ഒരു കാര്യം പറയാനാണ് വന്നത്. അച്ഛൻ ഇപ്പൊ ഒരു സ്വപ്നം കണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ മോൾ ഒരു IPS ഓഫീസറായിട്ട് നല്ല സ്റ്റൈലില് യൂണിഫോം ഒക്കെ ഇട്ടിറങ്ങി നമ്മുടെ മുറ്റത്ത് വന്നു. എന്നിട്ട് എല്ലാരും ഉണ്ട്, പത്രക്കാരും മാമനും അവരും ഇവരും നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ അച്ഛനെ. ചേച്ചി IPS ആവുമ്പോഴേ ഞാൻ ആരായിരുന്നു? നീ ഇതാണ്ടേ ഇതുപോലെ എന്തോന്നോ ചവച്ചു വെച്ച ആ മൂലയിൽ ഇതിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു വെച്ചേ. മക്കളെ, അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണിത്. നോക്കാം, ട്രൈ ചെയ്യാം. അച്ഛനെ അറിയാം മോളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുകയാണെന്ന്. അത് നേടിക്കോ, അത് കുഴപ്പമൊന്നുമില്ല, അച്ഛനും ഇഷ്ടം തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് IPS കൂടെ നേടുക്കണം. അച്ഛാ, IPS കൂടെ എടുക്കണേന്നാ? എന്താന്ന് വെച്ചാ IPS എന്ന് പറഞ്ഞാൽ തറ കിടക്കണ വല്ല കല്ലോ മറ്റുമാണ് തോന്നുമ്പോ പറക്കി എടുക്കാൻ. ഞാൻ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്തല്ലേ പറഞ്ഞേ. മോളെ, അച്ഛൻ്റെ വലിയൊരു സ്വപ്നമാണ്. അച്ഛന് മോളെ പറ്റി ഒത്തിരി സ്വപ്നങ്ങളും ഉണ്ട്. അച്ഛാ മനസ്സിലായി. അച്ഛൻ്റെ സ്വപ്നം ഒന്നും വെറുതെ ആയില്ല, പോരെ അച്ഛാ? അത് മതി. എന്ത് എന്നെ പറ്റി സ്വപ്നമൊന്നുമില്ലേ? നിന്നെ പറ്റി സ്വപ്നം കണ്ടിട്ട് വേണം അച്ഛൻ ഉറക്കത്തിൽ പേടിച്ചിട്ട് അറ്റാക്ക് വരാൻ. പഫർ ഫിഷ് കുട്ടൂറ്റി. അല്ലേലും അച്ഛന് എപ്പോഴും മൂത്ത മോളടുത്താണ് സ്നേഹം. നമ്മള് വെറും പുറം പോക്കും. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എടി, അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും നീ ഒരു അധികപ്പറ്റ് തന്നെയാണ്. നീ അല്ലല്ലോ പറയണ്ടേ, പിന്നെ ആര് പറയണം? നീ സംശയം ഉണ്ടെങ്കിൽ നീ അച്ഛനോടും അമ്മയോടും പോയി ചോദിച്ചു നോക്ക്. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീയേ അച്ഛൻ്റെ അമ്മയുടെ ശരിക്കുള്ള മോളല്ല. എന്നെ തവിട് കൊടുത്ത് മേടിച്ചായിരിക്കുമല്ലേ? യെസ്, കറക്റ്റ്. പിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്. എനിക്ക് തോന്നി. ഇവിടെ ഇതുപോലത്തെ ചീന നമ്പറൊക്കെ നിന്റെ ബോക്സിങ് പഠിക്കാൻ പറഞ്ഞ ബുദ്ധിയും ബോധമില്ലാത്ത കുറെ ഫ്രണ്ട്സ് ഇല്ലേ, അവരടുത്ത് ഇറക്കിയാൽ മതി. എൻ്റെ അടുത്തത് ചിലവാകില്ല. ഡീ, തവിട് കൊടുത്ത് മേടിച്ചെന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഫ്ലോയ്ക്കാണ്. പക്ഷെ നീ അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? എന്ത് രഹസ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരു സിംഗിൾ ചൈൽഡ് വേണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരുപാട് നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയാണ് ഞാൻ ഉണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിന്റെ എൻട്രി. അവരൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പം വലിയ സ്നേഹമൊന്നും ഇല്ലാത്ത? അച്ഛന് മാത്രമല്ല, അമ്മയ്ക്കും നിന്നെ വലിയ താല്പര്യമില്ല. നീ ഈ കുടുംബത്തിൽ ഒരു അധികപ്പറ്റാണ്. ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയാല്ല, ഇല്ല. അതെ, നീ ചുമ്മാ പറയല്ലേ, തമാശക്ക് പറയണല്ലേ ഇതൊക്കെ? എടി, ഈ കാര്യമൊക്കെ ആർക്കെങ്കിലും തമാശയായിട്ട് പറയാൻ പറ്റുമോ? പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്തായാലും നീ ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പൊ അതിങ്ങനെ ഇഷ്ടമില്ലാത്തോണ്ടാണ് നീ ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കണേ? ഇഷ്ടമില്ലാത്തോണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോടെ, എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്കി, സത്യം. എന്തോ രണ്ടും കൂടെ മൂത്തോർ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വന്നൊന്ന് സഹായിക്കും, എനിക്ക് വയ്യ. വാ അമ്മ, ഞാൻ ജിമ്മിൽ പോയിട്ട് ഭയങ്കര ക്ഷീണിച്ചല്ലേ വന്നിരിക്കണേ, എനിക്ക് വയ്യ അമ്മ. എന്നാ പിന്നെ നീ വാ. എനിക്ക് അടുക്കള വന്ന് കുറച്ച് പാത്രങ്ങൾ എഴുതാ. എല്ലാരും പറയും മണിക്ക് ഭയങ്കര സുഖമാണ്, 2 പെമ്പിള്ളേരല്ലെന്ന്. ഇവിടത്തെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിലും പോലും രണ്ടിടത്തും വാരി കൊടുക്കണം. എനിക്ക് വാ. പോയി ഹെൽപ്പ് ചെയ്യടി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ.
മനസ്സിലായോ? പിന്നെ എന്തിനാണ് നോയിക്കൊണ്ടിരിക്കുന്നത്? കേറി പോടി അങ്ങോട്ട്.